എല്ലാവർക്കും ഒന്ന് കൈയടിയോടുകൂടി തന്നെ നമ്മുടെ പ്രോഗ്രാം തുടക്കം കുറിക്കാം. ദേവി കുടുംബശ്രീയിലെ കുടുംബാംഗങ്ങളെ സമൂഹ ഗാനം പാടുന്നതിന് വേണ്ടി സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ശുഭരാത്രി നവ നവ മോഹത്തിൻ ശുഭരാത്രി നവരാത്രി നവരാത്രി നവ നവ മോഹത്തിൻ ശുഭരാത്രി നവ നവ മോഹത്തിൻ ശുഭരാത്രി. ഈ മാസം കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഗാനം. കാരണം ഒരു ചാല് പോലും വീണിട്ടില്ല. കാരണം അത്രയ്ക്ക് നമ്മുടെ ഈ കുടുംബശ്രീ പ്രോഗ്രാമിന് വേണ്ടി നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്താണ് പാടിയത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടി പാസ്സാണ്. 3 പേർക്കും സമ്മാനമുണ്ട്. ബഹുമാനപ്പെട്ട പ്രസന്ന വിജയൻ ആദ്യം ഒരു കയ്യടിയോടുകൂടി നമുക്ക് നല്ല ഒരാൾ ഒന്ന് കൈയടിച്ച് അല്ല, കാരണം നല്ല ഒരു പാട്ട് പാടി. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ലോകാഴ്ചകൾ പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ അവിടെ കാണുന്നത് നമ്മുടെ നാട്ടുകാരെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നടക്കുന്നത് പല ചാനലുകാരന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്നെ ആക്കിയതിൽ നിങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് നന്ദിയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സന്തോഷം. പരിചയപ്പെട്ടിട്ട് പെട്ടെന്ന് അടുത്ത മത്സരത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പേര് കുടുംബശ്രീ. എൻ്റെ പേര് ആശാലത, ഇടക്കുളം ദേവി കുടുംബശ്രീ. അഞ്ചിത വിഭജിക ശ്രീദുർഗ ക്ഷേത്രം. പേര് പറഞ്ഞില്ല. ഐശ്വര്യ കുടുംബശ്രീ. ചേട്ടാ മൂന്നാമത്തെ ആളെ പേര് പറഞ്ഞില്ല. ശ്രീദുർഗ. ശ്രീലത. ഓക്കെ, കൈയടിച്ച് നമ്മുടെ പുതിയ പരിപാടി നടത്തുന്ന ആൾക്കാർ പോരാ പലരും നമുക്ക് മറ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എത്രത്തോളം ആസ്വദിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഓരോ കൈയടിയും മുന്നോട്ട് വരണം. 55 കുടുംബശ്രീകളായിട്ട് ഏതാണ്ട് 1500-ലധികം പേര് നിങ്ങളുണ്ട്. പക്ഷെ കൈയടിച്ച് വെറും 30 പേര് മാത്രമാണ്. ഇത് പോരാ. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരും കൈയടിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സന്തോഷമാണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നത്. ശ്രീ അരുൺ 4 പേർക്ക് മത്സരത്തിന് ആവശ്യമായ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷമാണ് ഏതാണ്ട് 2 മണിക്കൂറത്തെ ഗ്യാപ്പുണ്ട്. ശരി. അപ്പോൾ ഏറ്റവും ഭംഗിയായി ഈ തണ്ണിമത്തൻ കഴിച്ചു തീർക്കുന്ന ആൾ സമ്മാനം. എങ്ങനെയെങ്കിലും കഴിച്ചു തീർന്നൊരു കാര്യമില്ല, വളരെ ഭംഗിയായി കഴിച്ചു തീർക്കുന്ന ആൾ സമ്മാനം. കൂടുതൽ അപ്പോൾ ഒരു കയ്യടി കൊടുത്താലും കൂടി നമുക്ക് മത്സരത്തിലേക്ക് പോകാം. വളരെ വലിയൊരു കയ്യടി കൂടി നമ്മൾ ഇപ്പോൾ മുതൽ തുടങ്ങുന്നു. കൈകൊണ്ട് തുടരുത്, ഒരു കാരണവശാലും കൈകൊണ്ട് തുടരുത്. ഏറ്റവും ഭംഗിയായി ഏറ്റവും ആദ്യം കഴിച്ചു തീർക്കുന്ന ആളാണ് സമ്മാനം. എങ്ങനെ കഴിക്കണമെന്ന് സംശയിച്ച് ചോദിച്ച ആളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. കൈ പുറകിൽ കെട്ടി വേണം കഴിക്കാൻ. കൈ കൊണ്ട് നീക്കി വെക്കരുത്. കൈ പുറകിൽ കെട്ടി വേണം കഴിക്കാൻ.
അപ്പൊ നോക്കാം, ശ്രീ പ്രസന്ന വിജയനെ ഞങ്ങൾ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം മറ്റ് CDSന്റെ മറ്റു വാർഡുകളിൽ നിന്നെത്തിയ CDSന്റെ ഭാരവാഹികളെയും ഞങ്ങൾ സിന്ധുവിനെയും സിന്ധുഷയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും നന്നായി കഴിച്ച ആളിന് ഇവിടെ 500 രൂപയുടെ ക്യാഷ് അവാർഡ് സമ്മാനമായി നൽകുന്നു. ഏറ്റവും അതൊന്ന് ഉയർത്തി കാണിച്ചേ. ഓരോരുത്തരും കഴിച്ച കാരണം തോട് ഉൾപ്പെടെ തിന്നിട്ടുണ്ട്. രണ്ടാമത് കഴിച്ച ആളിനാണ്, അവിടെ നിന്ന് രണ്ടാമത് കഴിച്ച ആളിനാണ് ഏറ്റവും നന്നായി കഴിച്ചതെന്നാണ് ഇവരുടെ അഭിപ്രായം. അടുത്ത രണ്ടാം സ്ഥാനം. ഓക്കെ, രണ്ടാം സ്ഥാനം ഇവിടെ നിന്ന് തണ്ണിമത്തന്റെ പിറകെ വീട്ടിലെത്തിയ ആളിനാണ് രണ്ടാം സമ്മാനം. ഏറ്റവും ആഴത്തില് കഴിച്ചിട്ടുണ്ട്. മൂന്നാം സമ്മാനം ഒന്നും ആലോചിക്കാനില്ല, അങ്ങേറ്റത്ത് നിന്ന് എങ്ങനെ കഴിക്കും എന്ന് ചോദിച്ച ആളിനാണ് മൂന്നാം സമ്മാനം. നാലാമത് പ്രോത്സാഹന സമ്മാനം. വലിയൊരു കൈയടി കൊടുത്തേ. ഒന്നാം സമ്മാനം നേടിയ ആളുടെ പേരെന്താണ്? പേര് അഞ്ജിത. ഏത് കുടുംബശ്രീ? വിഭജിക കുടുംബശ്രീയിലുള്ള അഞ്ജിതയ്ക്കാണ് ഒന്നാം സമ്മാനം. 500 രൂപയുടെ ക്യാഷ് പ്രൈസും മഹാരാജയുടെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നതിന് അഞ്ജിതയെ വേദിയുടെ ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുന്നു. അഞ്ജിതയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി മഹാരാജ ജുവലറി ആൻഡ് കളർ ലാബിന്റെ MD മഹാരാജ SB രാജൻ സാറിനെ വളരെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഗോപാൽജിയും IG ശാന്താറാം IPSനെയും സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 500 രൂപയുടെ ക്യാഷ് പ്രൈസ് ഇപ്പോൾ അഞ്ജിതയ്ക്ക് സമ്മാനമായി നൽകുന്നു. രണ്ടാം സമ്മാനം സുനന്ദ. രണ്ടാം സമ്മാനം 300 രൂപയുടെ ക്യാഷ് അവാർഡും മഹാരാജയുടെ ഉപഹാരവുമാണ് രണ്ടാം സമ്മാനം. ഇടക്കളം കുടുംബശ്രീയിലുള്ള ആശാലതയാണ് മൂന്നാം സമ്മാനം. 200 രൂപയുടെ ക്യാഷ് അവാർഡും. എങ്ങനെ നീ മറക്കും കുയിലെ, എങ്ങനെ നീ കഴിക്കും എന്ന് ചോദിച്ച ആശാലതയ്ക്കാണ് മൂന്നാം സമ്മാനം. പ്രോത്സാഹന സമ്മാനം. നാലാമത്തെ ആളെവിടെ പോയി? ഓടി വരൂ. നാലാമത്തെ ആൾ ശ്രീ ദുർഗ അല്ലെ? ശ്രീ ദുർഗയ്ക്കാണ് പ്രോത്സാഹന സമ്മാനം. അടുത്തതായി വേദിയിൽ അടുത്തൊരു മത്സരത്തിലേക്ക് ഞങ്ങളൊരു 3 പേര്, ഈ വേദിയിൽ നിന്നൊരു 3 പേരെ ഞങ്ങൾ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു കയ്യടിയോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഒരാളിനെ കൂടി, ഇപ്പുറത്തെ നിരയിൽ നിന്ന് ഒരാളിനെ കൂടി ഞങ്ങൾ സന്തോഷപൂർവ്വം വിളിക്കുകയാണ്. ഏതാണ്ട് ചേച്ചിയുടെ പൊക്കമൊക്കെ ഉള്ള ഒരാളിനെ ഇവിടെ നിന്നിട്ട് വരും. 2 ഒരാളെ കൂടി വീണ്ടും ഞങ്ങൾക്ക് വിളിച്ചേ മതിയാവൂ. മഹാരാജ അവിടെ എഴുന്നേറ്റ് വരും. ആ കുട്ടിയായിട്ട് നിൽക്കുന്ന ആൾ. അതെ, എഴുന്നേറ്റ് വരും. 2 ഒരാളെ കൂടി ഞങ്ങൾ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വരൂ. സാധാരണ കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കുന്ന മാന്ത്രികന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇവിടെ ഇതാ ഈ 4 പേര്. ചേട്ടാ ഒന്ന് പരിചയപ്പെടാം. ആദ്യം 4 പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് നമ്മുടെ മണിയന്റെ മോള് സരിത ഐശ്വര്യ കുടുംബശ്രീ. സരിതയുടെ അച്ഛനാണ് എനിക്ക് ആ ബിൽഡിങ്ങിന്റെ താക്കോൽ ആദ്യം വാടകയ്ക്ക് തന്നത്. അത് ഹൃദയപൂർവ്വം ഞാൻ ആ നന്ദിയോടുകൂടി ഓർക്കുന്നു. ശരി. ദീപ സ്നേഹ കുടുംബശ്രീ. സിന്ധു ലക്ഷ്മി കുടുംബശ്രീ. ബേബി സൗഭാഗ്യ കുടുംബശ്രീ. ഇല്ല, ഇത് നമ്മുടെ പ്രോഗ്രാം തന്നെ, വേറെ വിഷമിക്കേണ്ട. അപ്പോൾ 4 പേരെയും സന്തോഷപൂർവ്വം ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 4 പേരിൽ സാധാരണ നിങ്ങൾ സുന്ദരിക്ക് പൊട്ട് തൊടിയിലെന്ന പരിപാടി കണ്ടിട്ടുള്ളത് പടമൊക്കെ വരച്ച് വെച്ചിട്ട് പൊട്ടുവിടുന്ന പരിപാടിയാണ് അല്ലേ? ഇവിടെ 4 സുന്ദരിമാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പടം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു സുന്ദരിക്ക് ബാക്കിയുള്ള സുന്ദരിമാർ പൊട്ടുതൊട്ട് മത്സരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുവേണ്ടി സന്തോഷപൂർവ്വം ഒരാളെ ഈ കസേരയിലേക്ക് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ഇരിക്കും. നിങ്ങൾക്ക് ഓരോ പൊട്ട് ഞങ്ങൾ തരും. കൃത്യം ആ സ്ഥാനത്ത് തന്നെ പൊട്ടിട്ടാൽ ഒന്നാം സമ്മാനം. അതിൻ്റെ ഏതാണ്ട് ഒരു പരിസര പ്രദേശത്ത് വരികയാണെങ്കിൽ രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനവും. ഓക്കെ. ദീപ. ഏത് കുടുംബശ്രീ? സ്നേഹ കുടുംബശ്രീ എന്നുള്ള ദീപയാണ് ആദ്യമായി ഒന്ന് മത്സരത്തിലേക്ക് വരുന്നത്. സ്നേഹ കുടുംബശ്രീ എന്നുള്ള ദീപ ആദ്യമായി ഒരു മത്സരത്തിനെത്തുന്നു. ഏറ്റവും കൃത്യമായി തപ്പിത്തടയാതെ കൈകൊണ്ടിങ്ങനെ തപ്പി നോക്കാതെ പൊട്ടിടുന്ന ആളിനാണ് സമ്മാനം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കാം, പക്ഷേ അത് അതിന് വിട്ടു പോകരുത്, താഴെ പോകരുത് എന്ന് മാത്രം. അപ്പോൾ ബിസ്മീർ, നമുക്ക് മത്സരം ആരംഭിക്കാം. റെഡി? 1, 2, 3.
ഇനി നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് കാണട്ടെ, എല്ലാവരും ഒന്ന് കാണട്ടെ. സ്റ്റേജിലാണ് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് പുറകെ ഇരിക്കുന്ന 2 പേർക്ക് സമ്മാനം കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? പുറകെ ഇരിക്കുന്നവർക്ക് ഞാൻ സമ്മാനമായിട്ട് അങ്ങ് വരും. വേറെ വിഷമമൊന്നുമില്ലല്ലോ. 1-2 കൊച്ചു കുസൃതി ചോദ്യങ്ങൾ കേൾക്കും. ഒരു ചെറിയ നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പേര് തിരിച്ച് പറയും. അത് ജപ്പാൻ്റെ സ്ഥലമെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. റപ്പാൻ ടാക്കുടുവ അല്ല, അടുപ്പൂട്ടൻപാറ. ആ വെരി ഗുഡ്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ തിരിച്ച്. ഇനി വിജയിച്ച ആളിനെ വിളിച്ചോളാം. വരൂ ചേട്ടാ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത് അങ്ങ് ദൂരെയുള്ള ഒരു സ്ഥലം ചോദിക്കാം. തീർച്ചയായിട്ടും, വളരെ ദൂരെയുള്ള സ്ഥലം. ഒരു ജാതി പേരായല്ല സാരമില്ല. സമുദായത്തിന്റെ പേരാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകും അറിയില്ല. എന്നാലും നമുക്ക് നമ്മുടെ ആളുകളല്ലേ ചോദിക്കട്ടോ, കുഴപ്പമില്ല. ലാ ഈഴവ വരയില്ലേ, അന്ന് അവരാണ് കൂടുതൽ താമസിക്കുന്നത്. അത് എന്തായാലും എല്ലാവരും കൂടെ വഴയിലെന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ ആളിന് നമുക്ക് സമ്മാനം കൊടുക്കാം. ആദ്യം എഴുന്നേറ്റ് സമ്മാനം പറഞ്ഞ ഉത്തരം പറഞ്ഞ ആളിന് സമ്മാനം കൊടുക്കാം. ഓടി വരൂ ചേട്ടാ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത്രയേ ഉള്ളൂ. നുക്കു നാ പടക്ക് കുടപ്പനക്കുന്ന്. ശരി ഉത്തരം. വരൂ, അവർ വലിയ കൈയടി കുടപ്പനക്കുന്ന്. പറഞ്ഞ കൈയടിച്ച് ഡുക്കുന പടക്ക് കുടപ്പനക്കുന്ന് ഡുക്കുന പടക്ക്. രംഗന രന്തുസു രംഗന രംഗന രന്തസു രംഗന രംബുന്തന വരുതി. രംഗന രന്തുസു രംഗന. നഗരം സുന്ദര നഗരം തിരുവനന്തപുരം. നമ്മുടെ നോട്ടീസിൽ തന്നെയുള്ള നിങ്ങളുടെ നോട്ടീസ് വളരെ വലിയ നഗരം സുന്ദര നഗരം. അപ്പൊ എന്തായാലും ആ പകുതിയെങ്കിലും പറഞ്ഞ ഒരാളിന് 3 ശരി ഉത്തരം പറഞ്ഞവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. മഹാരാജ ഉപഹാരം കൊടുക്കാം. നിങ്ങൾ 3 പേർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ. വഴിയിൽ വെച്ച് ആന കാണരുത്. അല്ല, അത് കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. അതായത് ബലൂണ് സ്വന്തമായിട്ട് ഊതി പെരുക്കിയിട്ട് ഈ കസേരയിൽ വെച്ചിട്ട് അതിന്റെ മീതെ കയറി ഇരുന്ന് പൊട്ടിക്കണം. ഇത്രയേ ഉള്ളൂ. ബലൂൺ വീർത്തില്ല. കാറ്റിന് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു. അത് ഒന്നേം ബലൂണിന് കട്ടി കുറവും കാറ്റിന് അത് തന്നെ. അതെ, രണ്ട് കിലോയുടെ പഞ്ചസാരയാണ് ഒന്നാമത്തെ ആളിന് സമ്മാനം. രണ്ടാമത്തെ ആളിന് സൺറിച്ചിന്റെ 1 കിലോ വെളിച്ചെണ്ണയും കൂടി സമ്മാനമായി നൽകുന്നു. അത് നൽകുന്നതിന് വേണ്ടി പ്രസന്ന ചേച്ചിയെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സമ്മാനം രണ്ടുപേർക്കും കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പറല്ലേ? അപ്പൊ ഒന്നാം സമ്മാനം 5 കിലോയുടെ പെരിയാറിന്റെ 5. ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം കൂടി നൽകുന്നു. എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ കൂടി വേദിയിൽ നൽകുകയാണ്. കൈയടിച്ച് സമ്മാനം കിട്ടിയൊരു പൊയ്ക്കോളൂ.
എന്തായാലും ഒരു ബലൂൺ പോലും കുഴപ്പമില്ല. ഇതിപ്പോ ഒരു ബലൂൺ ഊതിപ്പെരുക്കി പൊട്ടിക്കാത്തതിനുള്ള സമ്മാനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു പറ്റാത്ത പണിക്ക് പോകരുത്. അതാ സന്തോഷം. ഒന്ന് കഴിയും. ഒരു എല്ലാവർക്കും പങ്കെടുക്കത്തക്ക ഒരു പരിപാടിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതുപോലെ ഏറ്റവും വിജയിച്ച ഒരു കാര്യമാണ് ഒരു പാട്ടിടും. ആ പാട്ടിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ആരാണ് കൂടുതൽ ആനന്ദിച്ച് കളിക്കുന്നത് മതി ഒന്ന് കൈയടിച്ച് അമ്മയുടെ തകർപ്പൻ. കാരണം നേരത്തെ ബലൂൺ പെരുക്ക ഏതോ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ ആദ്യം ഓടി വന്നത് അമ്മയാണ്. നമ്മുടെ പഴയ മെമ്പറാണെന്ന് തോന്നുന്നു. കൊടുത്തു അവർക്ക് കൊടുത്തു. അവിടെ നിന്ന് ഇനി മെമ്പർ അവിടെ എന്തായാലും ആ സഭ ഇളക്കി വരുന്നുണ്ട്. ഈ നമ്മൾ 4ആയിട്ടാണ് ഭാവിച്ചത്. ഈ 4ൽ നിന്നും പുറത്ത് ചാടി സെൻറ്ററിനെ പ്രതികരിച്ചാണ് ഇവിടെ എത്തിയത്. ശരി, ഒരു കയ്യടിയോടുകൂടി സമ്മാനം കൊടുക്കാം. കൊടുത്തോ. ഗൗരിയുടെ ഒരു പാട്ടാണ്. ഗൗരി വളരെ സമയമായി നമ്മൾ പാടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിൽ മലിനമായ എന്താണ് സ്നേഹ. സ്നേഹ പാട്. രണ്ടുപേര് പാട്. രണ്ടുപേര് പാട്. പാട് ഉച്ചത്തിൽ പാട്. പാട്. യാത് പാട്ടാണ്? ആരുണ്ടാക്കി പോലെ പാട്. ആരുണ്ടാക്കി പൂവെല്ലാം പൂവെല്ലാം പൂവെല്ലാം
മഞ്ചത്ത് വളകെട്ടും എട്ടുകാലി ചേട്ടാ നിന്റെ മനസ്സിലിരിപ്പ് വേണ്ടാട്ടോ മനസ്സിലിരിപ്പ് വേണ്ടാട്ടോ. കനിവിഴും പ്രകാശമേ നയിക്ക നീ ഒരു കവിത തേടി ഇരുളിലലയും ഞങ്ങളെ മാമഗൃഹത്തിൽ നിന്നും അകലെയാണു ഞാൻ. മോള് പേരെന്താണ്? അഭിനയ. അഭിനയ. ഏത് പാട്ട്? ആ ഓണം വന്ന് ഓണം വന്ന് പാട്ട്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ചാണിയായി കളിച്ചല്ലോ Are you sleeping? Are you sleeping? എന്താണ് പാട്ട്? കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട കുഞ്ഞിന് തീറ്റി കൊടുക്കാമോ. ഇത്രയും നേരം നമുക്ക് നല്ലൊരു പരിപാടി കാഴ്ചവെച്ച നമ്മളെ മഹാരാജയുടെ MD രാജേഷ് സാർ അവർക്ക് നമ്മുടെ തുരുത്തുമൂല വാർഡിൻ്റെ എല്ലാ കുടുംബശ്രീകളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇത്രയും സമയം കൈയടിച്ച് ഒരു വൻപിച്ച കൈയടി കൊടുക്കണം. നമ്മുടെ രാജേഷ് സാർ ഒരു മടിയും കൂടാതെ നമ്മുടെ പരിപാടിക്ക് വരികയും ഇത്രയും നേരം നല്ലൊരു പരിപാടി നമുക്ക് കാഴ്ചവെക്കുകയും ചെയ്ത നമ്മുടെ മഹാരാജയുടെ MD രാജൻ സാറും അതുപോലെ തന്നെ അവരുടെ സംഘാടകരും അവരുടെ പ്രവർത്തകരും അതിൻ്റെ എല്ലാവർക്കും നമ്മുടെ തുരുത്തുമൂല വാർഡിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ ഇത്രയും നേരം ഓരോ വാർഡിൽ നിന്ന് വന്ന ADS ചെയർപേഴ്സൺമാർ CO-മാർ അവർക്കെല്ലാം നമ്മുടെ വാർഡിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇത്രയും സമയം നമ്മുടെ പരിപാടി വൻ വിജയമാക്കിയ ഓരോ കുടുംബശ്രീ അംഗങ്ങൾക്കും അതുപോലെ ബാലസഭയുടെ കുട്ടികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമുക്ക് ഇത്രയും നേരം നല്ലൊരു ശബ്ദവും വെളിച്ചവും തന്ന് നമ്മളെ സഹായിച്ച നമ്മുടെ സാജു അണ്ണനും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഈ വേദിയിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ പള്ളി അങ്കണം നമുക്ക് ഈ ഹാള് തന്ന് ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി ചോദിച്ചിട്ട് നമുക്ക് ആരും ഹാള് തന്നിട്ടില്ല. പക്ഷേ ഈ ഹാള് ഒരു മടിയും കൂടാതെ നമുക്ക് തന്ന ഈ പള്ളി ഭാരവാഹികൾക്കും നമ്മുടെ തുരുത്തുമൂല വാർഡിൻ്റെ പേരിൽ ഞാൻ ഹാർദവമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ദേശീയഗാനം പാടി അവസാനിപ്പിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.